അപ്പോൾ കോറോ ഹെൽത്തിൽ നിന്ന് പോകുന്ന ആവുന്നത്ര അല്ലേ ആവുന്നത്ര ആളുകളെ ഇതിലെ ജിടെക്കിലെ കമ്പനീസ് എടുക്കും, അബ്സോർബ് ചെയ്യും. അതാണ് അതിന്റെ ഡീറ്റെയിൽസ് അവർ തന്നെ വിശദീകരിക്കും. ജിടെക് ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ് നമ്മുടെ കൊച്ചിയിലെ ഇൻഫോ പാർക്ക്, കൊച്ചിയിലെ ഇൻഫോ പാർക്ക്, തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക്, കോഴിക്കോട്ടെ സൈബർ പാർക്ക്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കമ്പനീസും ഉണ്ട്. കേരളത്തിലെ IT എക്കോസിസ്റ്റം എല്ലാ കമ്പനീസിനെയും കവർ ചെയ്തുള്ള ഒരു ഓർഗനൈസേഷനാണ്. 25 വർഷമായി. ആദ്യം മുതലേ ഗവൺമെന്റിന്റെ കൂടെ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇതുപോലെ ഇപ്പം ഒരു ചേഞ്ച് നടക്കുന്ന സംഭവമാണ്. എല്ലാവരും AI ചേഞ്ചസ് കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞ ഏരിയ ഇല്ലാതാകുകയാണ് ഈ AI വന്നതോടെ. അപ്പൊ ഇങ്ങനെയുള്ള ഇതുപോലെ തന്നെ ചേഞ്ചുകൾ പല കമ്പനീസിനും ഫേസ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള സമയത്താണ് ജിടെക് ഞങ്ങൾ ഇന്റേണലി ഞങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതുവഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഫൈൽസ് ഷെയർ ചെയ്യാം. ഇപ്പം എവിടെയെങ്കിലും ലേ ഓഫ് ആകുന്നവരുണ്ടെങ്കിൽ അകത്തോട്ട് ഷെയർ ചെയ്താൽ ജിടെക്കിലെ ഇന്റേണൽ കമ്പനീസ് എല്ലാവരും ഹയർ ചെയ്യുന്നവരുണ്ട്. AI ചലഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അത്രയും തന്നെ ഓപ്പർച്യൂണിറ്റീസും കൊണ്ടുവരുന്നുണ്ട്. അല്ലാതെ എല്ലാം മോശമാണെന്ന് പറയരുത്. ഈ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മളെല്ലാം ഉപയോഗിക്കാൻ നോക്കുന്നത്. ആ സമയത്ത് വി വുഡ് നീഡ് ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പോൾ ഇങ്ങനെ പുതിയതായിട്ട് ഹയർ ചെയ്യുന്ന എല്ലാവരെയും ഇതിന്റെ അകത്ത് നിന്ന് തന്നെ എടുക്കാൻ നോക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഫൈൽസ് ഷെയർ ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ജിടെക്കിന്റെ ഇതൊരു ഗ്യാരണ്ടി അല്ല, ബട്ട് വിൽ ട്രൈ അവർ ബെസ്റ്റ് ടു മേക്ക് ഷുവർ എത്രയും ആൾക്കാർക്ക് ഇതിന്റെ അകത്ത് പ്ലേസ്മെന്റ് വെക്കാൻ അത്രയും നമ്മൾ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ ഡിസ്ട്രപ്ഷൻ വരുമ്പോൾ ഏറ്റവും സ്മൂത്തായിട്ട് കേരളത്തിന്റെ പേര് പുറത്ത് ഇങ്ങനെ പോർട്രേ ചെയ്യുന്നത് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതായത് പുറത്തുനിന്നുള്ള കമ്പനീസ് ഇപ്പം ഒത്തിരി പേര് GCC ആയിട്ട് വരുന്നുണ്ട്. ഇവരൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കേരളത്തിന്റെ IT ഇൻഡസ്ട്രിയിൽ സെർച്ച് ചെയ്യുമ്പോൾ നല്ല ന്യൂസുകൾ വരണം. അപ്പം അതിനുവേണ്ടി ജിടെക് ഏറ്റവും നല്ല ഇനിഷ്യേറ്റീവ് എപ്പോഴും എടുക്കാൻ നോക്കുന്നുണ്ട്. വിൽ കണ്ടിന്യൂ ടു ഡു ദാറ്റ്. ആക്ച്വലി എന്റെ ഒരു മെസ്സേജ്, ഒരു കമ്പനിയിൽ പ്രോബ്ലം വന്നു, പക്ഷേ കേരളത്തിലെ മറ്റു കമ്പനീസ് സഹകരിച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കാര്യത്തിൽ കോപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. കാരണം ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുമ്പോൾ പ്രോബ്ലംസ് വരും കമ്പനികൾക്ക്. പക്ഷേ അതൊരു സ്ട്രെങ്തായി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നാളെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൾച്ചർ കേരളത്തിലുണ്ട് എന്ന ഒരു മെസ്സേജ് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനുവേണ്ടി പ്രത്യേക ഡ്രൈവ് വെക്കുകയോ ഈ ജീവനക്കാരെ ഉൾപ്പെടുത്തി അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ അത് രീതി നടപടിക്രമങ്ങൾ തന്നെയായിരിക്കും? നമ്മൾ ഇന്റേണലി നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഷെയർ ചെയ്യാനുള്ള, ജിടെക്കിന്റെ അകത്ത് തന്നെ എമംഗ് കമ്പനീസ്. അവിടുന്ന് നമ്മൾ സംസാരിച്ച് അവിടുന്ന് അവരുടെ പ്രൊഫൈൽ, അതായത് ആൾക്കാരുടെ പ്രൊഫൈൽ എടുത്തിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് ഷെയർ ചെയ്യുന്ന പരിപാടിയിലാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് അല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു വേറെ പ്ലാറ്റ്ഫോംസിലായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത് കുറച്ചും കൂടെ കൂടുതൽ ഇതിന്റെ വഴിക്ക് നമ്മൾ ടാർഗറ്റഡ് ആയിട്ട് ചെയ്യാൻ നോക്കും. കൂടുതൽ സ്കില്ലിംഗ് വേണ്ടി വരും. ഇതിന് ഈ ഏരിയകളിലെല്ലാം പല അതാ പറഞ്ഞത് സ്കില്ലിംഗ് ആവശ്യം വരും എല്ലാ ഏരിയകളിലും. ഫോർ എക്സാമ്പിൾ ഇപ്പം AI പഠിക്കാത്ത ആൾക്കാർ നമ്മളെല്ലാവരും അവരെ സ്കിൽ ചെയ്യുന്ന പരിപാടികളുണ്ട്. ജിടെക് അതിനുള്ള കുറച്ച് പ്രോഗ്രാംസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ മ്യൂലേൺ എന്ന് പറഞ്ഞുകൊണ്ട് ജിടെക്കിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. പലരും കേട്ട് കാണും. മ്യൂലേൺ വഴിക്ക് നമുക്ക് ഈ കോളേജസ് ആയിട്ട് 65,000 സ്റ്റുഡൻസ് അവരെ കണക്റ്റഡ് ആണ് ഓൾറെഡി. അപ്പൊ ഇങ്ങനെ ഈ മ്യൂലേൺ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് വഴി നമ്മൾ അപ്സ്കിൽ ചെയ്യാൻ നോക്കും. എന്നാലേ അവരെ ഞങ്ങൾ ഇപ്പം ഇത് ഈ ഇങ്ങനത്തെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇനിഷ്യലി ഇത് തന്നെ നമ്മൾ ഓൾറെഡി ഇത് സെയിം ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പം അതുവഴിക്ക് നമ്മൾ വി തിങ്ക് അത് കുറച്ചും കൂടെ നമ്മൾ ഇത് വർക്ക് ചെയ്തിട്ട് നമ്മൾ പറയാം, അപ്ഡേറ്റ് ചെയ്യാം. എത്ര വരാം ഈ പ്രൊഫൈൽസ് നമ്മൾ ഓൾറെഡി കോറോ ഹെൽത്ത്
മാനേജ്മെന്റുമായിട്ട് നമ്മൾ ഇന്ററാക്ഷൻ നടത്തിയിട്ടുണ്ട്. സോ വി ആർ ഗെറ്റിംഗ് ദാറ്റ് പ്രൊഫൈൽസ് ഫ്രം കോറോ ഹെൽത്ത് ആൻഡ് വിൽ ട്രൈ ടു സർക്കുലേറ്റ് ഇന്റേണലി ഇൻ അവർ കമ്പനി. ആൻഡ് അവരുടെ പോലെയുള്ള സ്കിൽ സെറ്റ് ആവശ്യമുള്ള കമ്പനികളെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് സ്പെസിഫിക്കലി ഞങ്ങൾ അയച്ചു കൊടുത്ത് അവരുമായിട്ടൊരു ഇന്ററാക്ഷൻ വെച്ചിട്ടാണ് മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രൊഫൈൽസ് വി ആർ ഗെറ്റിംഗ് ഇറ്റ് ഫ്രം ദ കമ്പനീസ്. അതൊരു മീഡിയേറ്ററോടുകൂടി ഇത് വഹിക്കും മറ്റ് കമ്പനികൾക്ക്. എക്സാക്ട്ലി. ജിടെക് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇൻഡസ്ട്രി എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. സോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ് വിത്ത് കമ്പനി ടു ഗെറ്റ് ദ പ്രൊഫൈൽസ്. ഈ 900 എംപ്ലോയീസിന്റെയും പ്രൊഫൈൽസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഓൾറെഡി ഇന്ന് ജിടെക് ചെയർമാൻ എടുത്തു കഴിഞ്ഞു. ഇല്ല ഇല്ല, ഇല്ല. അത് ഓരോ സ്കില്ലും മാറും, ഓരോ കമ്പനിക്ക് ഓരോ സ്കില്ലായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ ഒന്ന് റീസ്കിൽ ചെയ്യും. അത് കഴിഞ്ഞ് ചില കമ്പനീസ് ഡയറക്റ്റായിട്ട് ആവശ്യമുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് പൈസ നമ്മളൊരു മീഡിയേറ്റർ പ്ലസ് എനേബിളർ ആയിരുന്നു. എന്നാലും ഏകദേശം എത്ര പേർക്ക് കൊടുക്കാൻ കഴിയുന്നവർക്ക് ഒരു ഏകദേശം ധാരണ ഉണ്ടാവുമല്ലോ ഇപ്പത്തെ അവരുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട്. അങ്ങനെ ഒരു പകുതിയിൽ അത് ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഇന്ന് ചെയർമാൻ സംസാരിച്ചവരുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പ്രൊഫൈൽസ് വാലിഡേറ്റ് ചെയ്യണം. അത് പ്രൊഫൈൽസ് അയച്ചതെന്ന് വെച്ചാൽ നമുക്ക് വാലിഡേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. ഇന്നാണ് മിനിസ്റ്ററുമായിട്ടൊരു ഡിസ്കഷൻ നടത്തി നമ്മൾ അതിന്റെ ഒരു കോൺക്രീറ്റ് സ്റ്റെപ്പിൽ എത്തിയതെന്നാണ്. സോ ടുഡേ ഓൺവേർഡ്സ് വി ആർ ടേക്കിംഗ് സ്റ്റെപ്സ്. നല്ല സാധ്യത ഉണ്ട് കൂടുതൽ പേരെ. അല്ലെങ്കിൽ തന്നെ ഇവർക്ക് സ്കിൽ അപ്ഗ്രഡേഷൻ ഇവരുടെ ഇന്നത്തെ ഒരാവശ്യമാണല്ലോ. അപ്പോൾ കൂടുതൽ ആളുകളെ ഈ ഫീൽഡിൽ എടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് മോശമില്ലാത്ത നമ്പർ പറ്റും. എല്ലാവരും ഇതിന് വന്നോളണമെന്നില്ലല്ലോ. ഓപ്പർച്യൂണിറ്റി വേറെ കാണുമല്ലോ. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ദർ ക്വാളിഫിക്കേഷൻ, ദർ സ്കിൽ. മിനിസ്റ്ററോടാണ്. അതായത് ഇപ്പോൾ ജിടെക് ചെയ്യുന്നത് നല്ല ഇനീഷ്യേറ്റീവാണ്. പക്ഷേ ഇപ്പോൾ കോറോ ഹെൽത്തിൽ നിന്ന് ഒഴിയാണ്. ഇതുപോലെയുള്ള ട്രെൻഡ്സ് വരികയാണ് നമ്മുടെ മേഖലയിൽ. അപ്പോൾ അതിനെ എങ്ങനെയാണ് സ്ഥിരമായി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇതിന് വന്നുകൊണ്ടിരിക്കും. ഇത്രമാത്രം കൊടുക്കാൻ പറ്റും, ജോലി കൊടുക്കാൻ പറ്റുമോ? ഈ ഒരു ട്രെൻഡ് ഒരു അപകടകരമായ അല്ല, ഇത് ട്രെൻഡ് അല്ലല്ലോ, ഇത് ഒരു റിയാലിറ്റിയാണ്. റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഈ കോറോ ഹെൽത്തിൽ വന്നതിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്. കോറോ ഹെൽത്തിൽ വന്നത് സ്പെസിഫിക്കായിട്ട് എന്താണ് എന്നുള്ളത് വിശദമായിട്ട് പരിശോധിച്ചിട്ട് അവരുടെ ഈ ഒരു കൂട്ട പിരിച്ചുവിടലിന് എന്താ കാരണം എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാ കമ്പനികൾക്കും ചെറിയ പ്രശ്നങ്ങൾ വരാം. കാരണം ടെക്നോളജി ചേഞ്ച് ചെയ്യുമ്പോൾ AI വരുമ്പോൾ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ പക്ഷേ ഒരു ഭാഗത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ മറുഭാഗത്ത് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്ത് വരുന്നതാണ് ടെക്നോളജിയുടെ പൊതു സ്വഭാവം. സമയമെടുക്കും. പക്ഷെ ആ ഒരു പ്രോസസ്സിൽ ചെറിയ പ്രയാസങ്ങൾ വരും. ആ പ്രയാസം ചുരുക്കാൻ വേണ്ടിയാണ് ജിടെക് പോലുള്ള ഒരു സംഘടന ഇപ്പോൾ രംഗത്ത് വന്നത്. സർക്കാർ ഫോളോ അപ്പ് ചെയ്യുമോ? ഡെഫിനറ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യും. മാത്രമല്ല ഇപ്പോൾ ഈ കമ്പനികളൊക്കെ അവരുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ കാപ്പബിലിറ്റി കൂട്ടാനുമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ടെക്നോളജി ചേഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം. അതിനുള്ള ശ്രമങ്ങൾ അവരൊക്കെ നടത്തുകയാണ്. ഇല്ലേ? അത് ഇപ്പോ അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ടെക്നോളജി ചേഞ്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെതായ ഒരു ഇഷ്യൂസ് വന്നേക്കാം. പക്ഷെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും ഉറപ്പായിട്ട്. സോ ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കമ്പനീസ് ഇപ്പോൾ AI അഡോപ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് തന്നെ നമ്മൾ പ്രധാനപ്പെട്ട കമ്പനീസോട് സംസാരിക്കുമ്പോൾ TCS, ഇൻഫോസിസ് പോലെ കമ്പനീസ്, പ്രധാനപ്പെട്ട എംപ്ലോയേഴ്സ് അവരെല്ലാവരും നന്നായിട്ട് AI അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഗവൺമെന്റിലെ ഭാഗമായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സെക്ടർസിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ടെക് റിലേറ്റഡ് സെക്ടേഴ്സ്. താങ്കൾക്ക് അറിയാമോ, ഇപ്പോൾ കേരള ഗവൺമെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു പുതിയ പോളിസി GCC പോളിസി തൊട്ടി നമുക്ക് വരുന്നുണ്ട്. ഈ ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തരാൻ സാധ്യതയുണ്ട്. സോ ആ ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റേഴ്സിലെ പോളിസിയോടൊപ്പം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നല്ല രീതിയിൽ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ടെക് സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പുതിയ പാർക്സ്, പുതിയ ബിൽഡിംഗ്സ് വരുന്നുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെ നമുക്ക് ഇനി കൂടുതൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഒരു പ്ലാൻ തുടർന്ന് മുന്നോട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ ഈ ടെക് സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷന് വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഒരു ഡെഡിക്കേറ്റഡ് ഓർഗനൈസേഷൻ കൂടുതൽ കമ്പനീസ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ഓർഗനൈസേഷൻ നമ്മൾ തുടങ്ങുകയാണ് ടെക് സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷന് വേണ്ടിയിട്ട്. സോ ഉറപ്പായിട്ട് ഫ്യൂച്ചർ ഈസ് ക്വൈറ്റ് പോസിറ്റീവ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റുഡൻസിനും യൂത്തിനും സ്കിൽ ചെയ്യേണ്ടതുണ്ട്.
സ്കില്ലിംഗ് ചെയ്യേണ്ടതുണ്ട്. സോ ഈ പുതിയ ഓപ്പർച്യൂണിറ്റീസിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു നല്ല ഒരു ചേഞ്ചാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നതും സ്കില്ലിംഗിലെ നമുക്ക് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റിന്റെ ഫണ്ടിംഗ് ചെയ്യാൻ നമുക്ക് പോകുന്നു. ഈ ഫസ്റ്റ് 100 ഡേയ്സ് പ്രോഗ്രാമിലെ അതും ഒരു ഇനീഷ്യേറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ICT അക്കാഡമി, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സഹായത്തോടെ കുട്ടികൾക്ക് ഒരു സ്കില്ലിംഗ് പ്രോഗ്രാംസ് നമുക്ക് AI റിലേറ്റഡ് ഡിജിറ്റൽ ടെക്നോളജീസ് എല്ലാത്തിനും നമുക്ക് സ്കില്ലിംഗ് ചെയ്യാനും പോകും. സോ ഹോപ്പ്ഫുള്ളി ജോബാണ് നോക്കുന്നത് എങ്കിൽ സ്കിൽഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. അത് പിന്നെ ജോബൊക്കെ പോവാണ് എല്ലാം AI തന്നെ നിർവഹിക്കും എന്നൊക്കെ കരുതുന്നത് വെറുതെയാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. ഉറപ്പായിട്ടും ഒരു കോംപ്രഹെൻസീവ് പ്ലാൻ ഉണ്ട് നമുക്ക്. അതിന് മുന്നോട്ട് പോവുകയാണ്. ഇൻഫാക്ട് ടെക് സെക്ടർ നമുക്ക് ഒരു നല്ല ഒരു ഹോപ്പാണ്. അത് നമുക്ക് ഇഷ്യൂ ആയിട്ട് നമുക്ക് ഒരിക്കലും ഇത് കാണണില്ല. ഇൻഫാക്ട് എംപ്ലോയ്മെന്റ് കൂടുതൽ തരുന്ന ഒരു സെക്ടറായിട്ടാണ് നമുക്ക് കാണുന്നത്. അതിനുവേണ്ടി ആവശ്യമുള്ള എല്ലാ ഇനിഷ്യേറ്റീവ്സ് നടക്കുകയാണ്. ഏത് ഓട്ടോമേഷൻ വരുമ്പോഴും ഒരു പേടിയാണ്. കൊച്ചി സ്മാർട്ട് സിറ്റി ഏറ്റെടുക്കുന്നതിനകത്ത് പ്രോഗ്രസ് ഉണ്ടോ? കാരണം 2 വർഷത്തിലധികമായി അല്ല, ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് സ്മാർട്ട് സിറ്റിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ലെവലിൽ ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്. ഒരുപാട് സമയം കഴിഞ്ഞില്ലേ, അതുകൊണ്ട് എന്തൊക്കെ സാധ്യമാണ് എന്നുള്ളത് നോക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് പെർസ്പെക്ടീവ് പറയണമെങ്കിൽ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിലെ ഇപ്പോൾ ആൾമോസ്റ്റ് എല്ലാ ലാൻഡ് ലീസ്ഡ് ഔട്ട് ആണ് പുതിയ കമ്പനീസ്. നമ്മൾ ലീസ് ചെയ്യാൻ പറ്റിയ ഏരിയ ആൾമോസ്റ്റ് പുതിയ കമ്പനീസ് അവിടെ വരികയാണ്. ഒരുപാട് പോസിറ്റീവ് ആക്ഷൻ സ്മാർട്ട് സിറ്റി കൊച്ചിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ താങ്കൾ പറഞ്ഞ പോയിന്റ് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം കമ്പനി എക്സിറ്റ് ആവുമെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ആവശ്യമുള്ള നടപടി മൊത്തം നമുക്ക് പ്രോസസ് പ്രകാരം നമ്മൾ ചെയ്യുന്നു. വളരെ സാർ പറഞ്ഞ പോലെ ഹൈ ഫോക്കസ് ആണ് അതുള്ളത്. പക്ഷെ അവിടെ നല്ല കാര്യങ്ങൾ നടക്കുന്നു. ഏതാ സമയപരിധി എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ഈ ആളുകളുടെ കൂടെ ജോലി ഉറപ്പാക്കുന്ന കാര്യത്തിൽ? ഒരു ഉപദേശം ടൈമുണ്ട്. ഇപ്പൊ ഡിസ്കഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രൊഫൈൽസ് എടുത്തിട്ട് പല കമ്പനീസ് നമ്മൾ ഷെയർ ചെയ്ത് വാല്യൂവേറ്റ് ചെയ്ത് ഡിസിഷൻ സ്റ്റാർട്ടഡ് സമയം ഇല്ല. ഇന്നാണ് ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത്. ഇൻഫാക്ട് ഇവർ പ്രോആക്റ്റീവായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ജിടെക്. ഇൻഫാക്ട് അത് വളരെ വെൽക്കമിംഗ് മൂവ് ആണ്. ഇൻഫാക്ട് അത് കേരളത്തിന്റെ ഒരു പൊതു കൾച്ചറായിട്ട് ഒരു നല്ല കൾച്ചറായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഇൻഫാക്ട് ഒരു ഓൺഗോയിങ് പരിപാടിയായിട്ടാണ് പ്ലാൻ. കണ്ടിന്യൂസ് ഇനിഷ്യേറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുവരികയാണ്. ദേ വിൽ പുട്ട് ദെയർ മാക്സിമം എഫേർട്സ് ഫോർ ദിസ് പറഞ്ഞിട്ടുണ്ട്. ശരി, വേറെ ഒന്ന് ഈ കേൾഫാമിൽ ഏതാ പേര് യു ഗിവ് ഇറ്റ് ബെറ്റർ, യു ഗിവ് റൈറ്റ് ഈ കെൽപാമിലെ അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയപ്പോൾ 4 മാസം കഴിഞ്ഞു. കെൽപ്പാമില് മാത്രമല്ല പല പബ്ലിക് സെക്ടറിലും ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്. ഇനി അതിനൊരു വൈറ്റ് പേപ്പർ വേണ്ടി വരുമോ എന്നുള്ളത് അറിഞ്ഞൂടാ. ഞങ്ങൾ റിവ്യൂ ചെയ്ത് വരികയാണ്. പല പബ്ലിക് സെക്ടറിലും പൊസിഷൻ കുറച്ച് പ്രോബ്ലം ഉണ്ട്. അത് വളരെ സീരിയസ് ആയിട്ടാണ് ഗവൺമെന്റ് കാണുന്നത്. ഞങ്ങളത് റിവ്യൂ ചെയ്ത് വരികയാണ്. ഇൻഡസ്ട്രീസിന് ഇവിടെ മീഡിയ ഗ്രൂപ്പ് ഒന്നുമില്ല. നമ്മുടെ വിവരങ്ങളൊന്നും അറിയുന്നില്ല. ഇൻഡസ്ട്രീസിന്റെ ഡിപ്പാർട്ട്മെന്റ് മുമ്പ് ഉണ്ടായിരുന്നു മീഡിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. മീഡിയ ബ്രീഫിംഗോ? മീഡിയ ഗ്രൂപ്പ് മീഡിയ ഗ്രൂപ്പ് നോക്കാതെ നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാം. നിങ്ങളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പറയാൻ പറ്റില്ല. താങ്കളുടെ നമ്പർ മൊത്തം ഷെയർ ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി തുടങ്ങും. IT തുടങ്ങുക, ഇൻഡസ്ട്രീസ് ആകും. മീഡിയ ഗ്രൂപ്പ് ഉണ്ടാക്കാം. നിങ്ങളായിട്ടുള്ള ബന്ധപ്പെടാൻ പറ്റുമല്ലോ. പ്രതിപക്ഷ നേതാവ് വസ്തുതകളുടെ ധവളപത്രം റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായമുണ്ടോ? വസ്തുതകളുടെ ധവളപത്രം റിലീസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ധവളപത്രത്തിലൂടെ റിലീസ് ചെയ്തത് വസ്തുതകളാണ്. ഇനി അതിന്റെ അപ്പുറത്തൊരു വസ്തുത എന്താന്ന് അറിഞ്ഞൂടാ. വസ്തുതകളുടെ വസ്തുത എന്താന്ന് അറിഞ്ഞൂടാ. ഇല്ല, ഞങ്ങൾ ധവളപത്രത്തിലൂടെ അവതരിപ്പിച്ചത് സത്യത്തിൽ ഉള്ള കണക്കാണ്. ഞാൻ അതായിരുന്നു ഇപ്പോൾ പബ്ലിക് സെക്ടറിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞല്ലോ, ശമ്പളം കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് കുറെ കാലമായിട്ട് എന്നുള്ളത്. അപ്പോൾ അത് വസ്തുതയല്ലേ. 1 ലക്ഷം കോടിയുടെ അന്തരമുണ്ടെന്നാണ് ഒരിക്കലും സാധ്യതയില്ല. കാരണം ഞങ്ങൾ നല്ലോണം നോക്കി തന്നെയാണ് ഗവൺമെന്റ് ധവളപത്രം അവതരിപ്പിച്ചത്. പകരം ഒരു ധവളപത്രം അതൊരു ആർഗ്യുമെന്റ് ആവാനേ വഴിയുള്ളൂ, അല്ലാതെ വസ്തുതാവാൻ വഴിയില്ല. ഓക്കെ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.